എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പതിവ് പോലെ ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഒരു കവിതയിലാണ് തുടക്കം. എരിയുന്നു ഞാൻ, മായുന്നു ഞാൻ നിശബ്ദ നക്ഷത്രമായി. പതിയെ ആ നക്ഷത്രവും നിങ്ങളുടെ ആകാശത്ത് ധൂമമായി അലിഞ്ഞു ചേരുന്നു. പർണിയ അബ്ബാസി എന്ന യുവ ഇറാനിയൻ കവി ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചിട്ട വരികളാണിത്. 24-കാരിയായ പർണിയ അബ്ബാസി ഇന്ന് ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പർണിയയും അവളുടെ അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബവും എരിഞ്ഞമർന്നു. കാസ്വിൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പർണിയ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ ബിരുദമെടുത്തത്. അധ്യാപികയായും ബാങ്ക് ജീവനക്കാരിയായും ജോലി ചെയ്യുകയായിരുന്നു പർണിയ. മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. എന്താണ് ഓരോ യുദ്ധങ്ങളുടെയും ബാക്കിപത്രം? അത് മോഷ്ടിക്കപ്പെട്ട ഭാവികളാണ്, പറയപ്പെടാത്ത കവിതകളാണ്, തീയിലും അവശിഷ്ടങ്ങളിലും അവസാനിക്കുന്ന ജീവിതങ്ങളാണ്. ഇറാനിലെ പുതുതലമുറ കവികളിൽ ശ്രദ്ധേയായിരുന്നു പർണിയ. അടുത്തിടെ ഒരു മാധ്യമത്തിൽ അവൾ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എഴുത്ത് എനിക്ക് സമാധാനം നൽകുന്നു. എഴുതുന്ന മിക്കതും ഞാൻ എവിടെയും സമർപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാറില്ല. പലതും എനിക്ക് മാത്രമായി മാറ്റിവെക്കും. അവ എനിക്കായി തന്നെ വീണ്ടും വീണ്ടും വായിക്കും. അപ്പോഴൊക്കെയും അതേ വികാരങ്ങൾ എൻ്റെ ഉള്ളിൽ വീണ്ടും സജീവമാകും. എനിക്കത് ഏറെ അർത്ഥവത്തായ അനുഭൂതിയാണ്. പർണിയയുടെ സൈലന്റ് സ്റ്റാർ എന്ന കവിതയിലെ 2 വരികൾ ഇങ്ങനെയാണ്: എവിടെയോ നീയും ഞാനും അവസാനിക്കും. ലോകത്തെ ഏറ്റവും മനോഹരമായ കവിത നിശബ്ദമാകും. ആളിക്കത്തും മുൻപേ അണഞ്ഞുപോയൊരു ചിരാതുപോലെ പർണിയ അബ്ബാസി എന്ന കവിയും എന്നേക്കുമായി നിശബ്ദയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ യുദ്ധവും അവസാനിപ്പിക്കുന്നത് ഇത്തരം വേർപിരിയലുകളാണ്, ഇത്തരം നഷ്ടങ്ങളാണ്. ഓരോ യുദ്ധവും മോഷ്ടിക്കപ്പെട്ട നമ്മുടെ ഭാവിയാണ്. യുദ്ധത്തിനെതിരെയുള്ള വികാരം ശക്തമാകേണ്ട കാലമാണ്. ചുറ്റുപാടും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെയും ഒക്കെ കോലാഹലങ്ങളാണ്. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഓരോരുത്തരും കൊല്ലപ്പെടുന്നു എന്ന വാർത്തയല്ല, 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുന്ന വാർത്തയാണ്. ഈ ലോകം കഠിനമാണ്.